നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും തന്നെ യൂട്യൂബിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ വരുമാനം കിട്ടണമെങ്കിൽ അതിന് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സൻസ് ആണ്. ആഡ്സൻസ് അല്ലാതെ വരുമാനം കിട്ടും, മറ്റ് പെയ്ഡ് പ്രൊമോഷൻസും ബ്രാൻഡ് കൊളാബറേഷൻ വഴിയൊക്കെ വരുമാനം കിട്ടും. എന്നാലും നമുക്ക് മെയിനായിട്ടുള്ളൊരു ഇൻകം എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സൻസിൻ്റെ വരുമാനം തന്നെയാണ്. അപ്പോൾ ആ വരുമാനം നിന്നു പോകാനായിട്ട് വലിയ താമസമൊന്നുമില്ല. കാരണം ഒരുപാടധികം പോളിസികളുടെ മേലെയാണ് ഗൂഗിൾ ആഡ്സൻസോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ പ്രവർത്തിക്കുന്നത്. അവരുടെ ആ ഒരു പോളിസിക്ക് എന്തെങ്കിലും ഒരു വയലേഷൻ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഗൂഗിൾ ആഡ്സൻസ് നമ്മുടെ വരുമാനം സ്റ്റോപ്പാക്കും, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടായി പോകും. അപ്പോൾ അത്തരത്തിൽ കട്ടാവാൻ സാധ്യതയുള്ളൊരു 4-5 കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഗൂഗിൾ ആഡ്സൻസ് ഒന്നും അത്ര പെട്ടെന്ന് അടിച്ചു പോകില്ല, നമുക്ക് സേഫായിട്ട് വരുമാനം ഉണ്ടാക്കി ഇതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടൻറ്റാണ്. അതായത് നമ്മൾ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത കണ്ടൻറ്റ് തന്നെ വീണ്ടും എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 3-4 മാസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെ കയറി. അപ്പോൾ നമ്മൾ വിചാരിക്കണം ഇനിയിപ്പോൾ ആ വീഡിയോ എടുത്ത് ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ആ സെയിം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ ആ വ്യൂസ് കിട്ടിയതല്ല ഏത് വീഡിയോ ആയാലും എടുത്ത് വീണ്ടും അപ്ലോഡ് ചെയ്തത്. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമ്മൾ വീണ്ടും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അത് റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് കൂട്ടും, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റായിട്ട് കൂട്ടും. വേറെ ഏതെങ്കിലും ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാൻ പാടില്ല, അതും റീയൂസ്ഡ് കണ്ടൻറ്റ് കൂട്ടും. ഇത്തരത്തിലൊക്കെ റീയൂസ്ഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ടായി പോകും. രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീഡിയോ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ്. അതായത് നമ്മളിട്ട വീഡിയോ നമ്മൾ തന്നെ ഒരിക്കലും വാച്ച് ചെയ്യാൻ പാടില്ല. അത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നുള്ള കണക്കിലാണ് യൂട്യൂബ് കണക്കാക്കുക. അതായത് നമുക്ക് വീഡിയോയിൽ വ്യൂസും എൻഗേജ്മെൻറ്റും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തന്നെ സ്വന്തം വീഡിയോ കയറി കാണുന്നു എന്നതാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം വീഡിയോ നമ്മൾ ഒരിക്കലും കാണരുത്. അത് വേറൊരു ഫോണിൽ നിന്നും കാണാൻ പാടില്ല, സ്വന്തം ഫോണിൽ നിന്നും കാണാൻ പാടില്ല. നമ്മൾ തന്നെ ഒരിക്കലും നമ്മുടെ വീഡിയോ കാണാൻ പാടില്ല. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ കൊണ്ട് നമുക്ക് വ്യൂസ് മേടിക്കാൻ വേണ്ടി ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കാണിക്കുന്ന പരിപാടിയുണ്ട്. അതൊക്കെ യൂട്യൂബിന് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് വ്യൂസ് നമുക്ക് ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് യൂസ് കൊണ്ടുവരാതിരിക്കാം. അടുത്തെന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ യൂട്യൂബിനകത്ത് അറിയാം അഡ്വർടൈസ്മെൻറ്റുകളിലൂടെയാണ് അതിനകത്ത് വരുമാനം കിട്ടുക. അപ്പോൾ പരസ്യം കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില കണ്ടന്റുകളുണ്ട്. അത് അവരുടെ പോളിസികൾ വായിച്ചാൽ മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് ഓഫ് കണ്ടന്റുകൾക്കാണ് പരസ്യം കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടന്റാണെന്ന് യൂട്യൂബ് മനസ്സിലാക്കുകയും അത് ഡീമോണിറ്റൈസ് ചെയ്യുകയും ചെയ്യും. അടുത്തെന്ന് പറയുന്നത് ഇനാക്റ്റീവായിട്ടിരിക്കുക. ഒരു 6 മാസത്തോളമൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്നും ഇന്നത്തെ അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്തോ വല്ലപ്പോഴൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അധികം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്.